ദക്ഷിണയുടെ കഴുത്തിലെ അടയാളം മാറ്റാൻ ഒരു ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്ന നാരായണൻ. തൻ്റെ അടയാളം മാറ്റാൻ എന്താണ് വഴിയെന്നാലോചിക്കുന്ന ദക്ഷിണ. ആരെയെങ്കിലും കടിച്ച് വിഷമിറക്കിയാലേ ഈ അടയാളം മാറൂ എന്ന അശരീരി കേൾക്കുന്ന ദക്ഷിണ. വൈഷ്ണവിയെ കാവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ദക്ഷിണ. അത് തടയുന്ന രേണുക. ദക്ഷിണ കാവിലെ ഒരു മരവള്ളിയിൽ കടിച്ച് തൻ്റെ വിഷമിറക്കി കഴുത്തിലെ അടയാളം മാറ്റുന്നു. ദക്ഷിണയുടെ കഴുത്തിലെ അടയാളം പെട്ടെന്ന് മാറിയതിൽ രേണുകയ്ക്ക് അത്ഭുതം. അതിന്റെ കാരണം അന്വേഷിക്കുന്നതിനിടയിൽ സ്വാതിയുടെ ഫോൺ രേണുകയ്ക്ക് ലഭിക്കുന്നു. മേലത്തൂരില്ലാത്ത ഫോൺ നമ്പർ ദക്ഷിണയുടെ കയ്യിലുണ്ടല്ലോ. നമുക്ക് ദക്ഷിണയെ കൊണ്ട് മേലത്തൂരേക്ക് വിളിപ്പിക്കാം. സ്വാതി എത്തിയോ ഇല്ലെന്ന് അറിയാലോ. അത് കൊള്ളാം. എന്നാ നമുക്ക് ദക്ഷിണയെ കൊണ്ട് വിളിപ്പിക്കാം. അതാ നല്ലത്. എന്താ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റൊരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്കാകെ പേടിയാവുന്നു. സാധാരണ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും സ്വാതി ഫോൺ എടുക്കുന്നതാ. ഇനിയിപ്പോ മേലത്തൂർ ചെന്നപ്പോ കിട്ടിയ വിവരങ്ങൾ സ്വാതി തെറ്റിദ്ധരിച്ചതിനെതിരാണെന്ന് അറിഞ്ഞതിന്റെ ചമ്മലുകൊണ്ടാണോ ഇനി ഫോൺ എടുക്കാത്തെ? നോ, തെറ്റ് ബോധ്യപ്പെട്ട ആ നിമിഷം സറണ്ടർ ചെയ്ത് ക്ഷമ ചോദിക്കാൻ ഒരു മടിയില്ലാത്ത ആളാ സ്വാതി. ദക്ഷിണയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറിയ ആ നിമിഷം തന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരികയോ ചെയ്യുമായിരുന്നു. നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നുണ്ട് ഒരു കാര്യമില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. എന്താ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുക? ആദ്യമേ വിവരം സ്വാതിയുടെ വീട്ടിലറിയിക്കണം. പിന്നെ പോലീസിൽ ഇൻഫോം ചെയ്യണം. അത് വേണോ? നമ്മുടെ നിലയിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് പോരെ? പോരാ. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. വീട്ടിലും സ്റ്റേഷനിലും അറിയിച്ചിട്ട് മതി ബാക്കി കാര്യം. ആ ദക്ഷിണ എവിടെ പോയി? മേലത്തൂരെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ വിളിച്ചെങ്കിലും ചോദിക്കായിരുന്നു അവിടെ വന്നോന്ന്. വന്നെങ്കിൽ എപ്പം മടങ്ങിപ്പോയെന്നെങ്കിലും അറിയായിരുന്നു. ദക്ഷിണ, മനുഷ്യനെ തീ തീറ്റിക്കാണല്ലോ. ദക്ഷിണ ഇത്ര നേരം എവിടെയായിരുന്നു? എന്നെ കുറച്ചു നേരം കാണാത്തോണ്ട് നിങ്ങൾ എന്തിനാ തീ തിന്നുന്നേ? തന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചു വയ്ക്കാൻ വേണ്ടിയാ. സ്വാതി അവിടെ എത്തിയോന്നറിയാൻ. എന്തോ സംഭവിച്ചിട്ടുണ്ട് സ്വാതിക്ക്. ഫോൺ എടുക്കുന്നില്ല. എടുക്കാൻ മനസ്സുണ്ടാവില്ല. ഒരു ഫോണാണെങ്കിൽ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്, മറ്റേ ഫോണാണെങ്കിൽ അത് ഇവിടെയും ഓഫാക്കി വച്ചതാവും. സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ദക്ഷിണ, വേണ്ട. ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല. ദക്ഷിണയ്ക്ക് അവളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാവില്ല. ശരിയാ, എന്റെ ആരുമല്ല സ്വാതി. മാത്രമല്ല എന്നെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ച് പോയിരിക്കുന്ന ആളുമല്ലേ. താനൊന്ന് വിളിച്ചേ. അതുമല്ലെങ്കിൽ നമ്പർ താ. അതെ, രേണു എടുത്ത് വിളിച്ചു. മേലെ എടുത്ത് ചെന്നിട്ടില്ല. പക്ഷേ വേറൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്പം മുൻപ് ഇവിടെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. സ്വാതിക്കെന്തോ ആക്സിഡന്റ് പറ്റിയെന്നും പറഞ്ഞ്. ആക്സിഡന്റോ? ആരെ വിളിച്ചേ? അതൊന്നും ഞാൻ കുത്തിക്കുറിച്ച് വച്ചിട്ടില്ല. രേണു എടുത്തോട് ചോദിക്കേ, അവർക്കറിയാമെല്ലാം. എടാ ഈശ്വർ, ഇല്ലടാ, ഒന്നും ഉണ്ടാവില്ല. എടാ സ്വാതി, തേജോ ഭഗവത്സൈവ മുതുകുന്ദോ മഹാബല കപിനോ പുനരാസ്തിക പഞ്ചൈതേ സുതശായിന സർപ്പപാപ സർപ്പഭദ്രം തേ ദൂരം യച്ച മഹാവിഷ. എന്താ കുട്ടിയെ, മുഖം വാടിയില്ലോ? എന്താ ഉണ്ടായേ? നമ്മുടെ വൈഷ്ണവിയുടെ കൂട്ടുകാരിയല്ലേ സ്വാതി. ആ കുട്ടിക്ക്
ഒരു അപകടം പറ്റിയിരിക്കുന്നു. നാഗമടത്ത് വെച്ചോ? എന്താ അപകടം? ഇവിടെ വെച്ചല്ല. ആ കുട്ടി എന്തോ കാര്യത്തിന് പുറത്തു പോയതായിരുന്നു. കാർ ആക്സിഡന്റാ. എന്റെ ഈശ്വരന്മാരെ, എന്താ പറ്റിയത്? കൃത്യമായിട്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആരോ ഇവിടുത്തെ ഫോണിലേക്ക് വിളിച്ചറിയിച്ചതാ. മുത്തശ്ശൻ പോയിട്ടുണ്ട്. എന്റെ നാഗത്തമാരെ, മെഡിക്കൽ കോളേജിലാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്തേ ഇക്കാര്യം എന്നെ മുമ്പേ അറിയിക്കാതിരുന്നത്? മുത്തശ്ശിക്ക് വിഷമാവെന്ന് വെച്ചാ വൈഷ്ണവിയും മറ്റു ഫ്രണ്ട്സിനെ ഒന്നും അറിയിച്ചിട്ടില്ല. അറിയിക്കണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടാ പോയത്. ആ കുട്ടികളെ അറിയിക്കണം. അവര് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. പറഞ്ഞയക്കണ്ടായിരുന്നു. പടിയേറ്റു മുടക്കാൻ ശുക്രജന്മങ്ങളാവും വിധം ശ്രമിക്കും. അവരുടെ നീചശക്തികൾ കാത്തു നിൽക്കും ചടങ്ങ് കഴിയും വരെ. മനയ്ക്കകത്തെയോ അടുപ്പം പുലർത്തുന്നവരെയോ അപായപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. പൂജാരിണി സ്ഥാനം ഏറ്റെടുക്കുന്നതോടെ ഈ വക ശക്തികൾക്ക് ശക്തിക്ഷയം സംഭവിക്കും. അതിൽ നിന്നും രക്ഷപ്പെടാനാവും ഈ വക ഒളിയാക്രമണങ്ങൾ. അതുകൊണ്ടാണ് എല്ലാവരും കണ്ണും കാതും തുറന്ന് ശ്രദ്ധയോടെ വേണം ഇരിക്കാനെന്നും അസമയത്ത് ആരും പുറത്തു പോകരുതെന്നും ഞാൻ മുമ്പേ അറിയിച്ചത്. നാഗചൈതന്യം കൊണ്ട് താക്കപ്പെട്ടിരിക്കുന്ന ദക്ഷകി വരെ ഈ സമയത്ത് ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാനും പ്രതികാരം ചെയ്യാനും ഒക്കെ ശ്രമിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു കരുതല് വേണം. ഇല്ലാച്ചാ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതിനു വഴിയൊരുക്കാതിരിക്കുക. അതൊരിക്കലും ഉണ്ടാവില്ല മുത്തശ്ശി. അത് നിനക്കെങ്ങനെ അറിയാം? തളയ്ക്കപ്പെട്ടിരിക്കുന്ന ദക്ഷകി പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും നടന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ അതിപ്പ സംഭവിക്കുക? ഹ, ഇതൊക്കെ എവിടുന്നാ കുട്ടിക്ക് കിട്ടിയത്? പ്രത്യേകിച്ച് ദക്ഷകിയെ പറ്റി. നാഗമടത്തുള്ളവരും തായ്വഴിയിൽപ്പെട്ടവരും ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കഥയാണല്ലോ ദക്ഷകിയുടേത്. ഏതോ തലമുറയിൽ ദക്ഷകി ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ഒരുപാട് പേരെ കൊന്നതും കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ പ്രയാസപ്പെട്ട നാഗദേവി വീണ്ടും ബന്ധിച്ചതെന്നും അറിയാം. നിക്ക. ഇവിടെയുള്ള മുതിർന്നവർക്ക് പോലും ദക്ഷകിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നിട്ടും പഴങ്കഥകളൊക്കെ ഓർത്തിരിക്കണമല്ലോ. നീ മിടുക്കി തന്നെ. പഴങ്കഥകൾ അറിയാത്തവരെ പഠിപ്പിക്കും ഞാൻ. സംവത്സരങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഞാൻ നന്നായി ഉപയോഗപ്പെടുത്തും. ഇവിടുത്തെ അവസാനത്തെ സന്തതിയെ പോലും ഇല്ലായ്മ ചെയ്യും. അതിനുള്ള ആദ്യത്തെ കുരി കിട്ടിക്കഴിഞ്ഞില്ലേ ഈ ദക്ഷകി? ഞാൻ എന്താടാ ചെയ്യ? സ്വാതി അവള് എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടാ. ഇനി ആള് മാറിയതാണോ? ഈശ്വർ, നീ വെറുതെ ടെൻഷൻ ആവാതെ. ദക്ഷിണ ഫോൺ എടുത്തപ്പോൾ ആരോ പറഞ്ഞ വിവരമല്ലേ? അതെത്രമാത്രം ശരിയാണെന്ന് കൺഫേം ചെയ്യണം. എടാ, സ്വാതിക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ച കാര്യം ദക്ഷിണ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? എടാ, ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ചെന്നാലേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവൂ. ആ സ്ഥലമാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയല്ലേ? ഹോ, കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാ സ്വാതി നമ്മളെ വിളിച്ച ഫോണല്ലേ ഇവിടുന്ന് കിട്ടിയത്. അവളുടെ കയ്യിലുള്ള ഫോണിലേക്ക് വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. എടാ, അവളുടെ കയ്യിലുള്ള ഫോൺ കിട്ടിയ ആരെങ്കിലും ആയിരിക്കാം അവളെ തിരിച്ചറിഞ്ഞതും ഇവിടേക്ക് വിളിച്ചതും. എങ്കിൽ പോലീസുകാരായിരിക്കും. പക്ഷെ പോലീസുകാരാണെങ്കിൽ തന്നെ കുറച്ചുകൂടി കൃത്യമായ വിവരങ്ങൾ തരേണ്ടതല്ലേ? എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലടാ. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാ ഞാൻ. ഈശ്വർ, ദക്ഷിണയ്ക്ക് ഫോണിൽ കിട്ടിയ വിവരം ശരിയാണെന്നാ തോന്നുന്നേ. അത് നമ്മുടെ സ്വാതി തന്നെയാ. മുത്തശ്ശൻ ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോ ആക്സിഡന്റ് നടന്നത് സത്യമാണെന്ന് അറിഞ്ഞു. ആ കാറിന്റെ നമ്പറും സ്വാതി ഓടിച്ചു പോയ കാറിന്റെ നമ്പറും സെയിം ആണ്.
ആക്സിഡന്റിൽ പെട്ടത് നമ്മുടെ സ്വാതി തന്നെയാണല്ലേ? വൈഷ്ണവി, സ്വാതി എവിടെ ഇപ്പോ? അതറിഞ്ഞോ നീ? സ്വാതി ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിൽ മെഡിക്കൽ കോളേജിലുള്ളത്. ഈശ്വർ, എന്താ ഇപ്പൊ ചെയ്യാ? എന്താ ചെയ്യേണ്ടത് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. തനിച്ച് പോണ്ട നമ്മളെല്ലാരും പറഞ്ഞല്ലേ അവളോട്, എന്നിട്ട് അവള് പോയില്ലേ? ആ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചാൽ അവളെ തനിച്ച് വിടരുതായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. സ്വാതിയുടെ വീട്ടിലെ വിവരം അറിയിച്ചിട്ടില്ലായിരുന്നു. വൈഷ്ണവിൽ നിന്നും വീട്ടുകാരുടെ ഫോൺ നമ്പർ വാങ്ങി മുത്തച്ഛൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവരുടനെ വിവരം അറിയിക്കും. സംസാരിച്ച് ഇന്ന് സമയം കളയണ്ട, നമുക്ക് ഉടനെ പുറപ്പെടാം. വേഗം പോ. നമ്മളെല്ലാം കാണുമ്പോ സ്വാതിക്ക് ആശ്വാസമാവും. വൈഷ്ണവി, നീയും പുറപ്പെട്. വൈഷ്ണവിക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ കഴിയും തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത്. ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവൾക്ക് വരാനും പറ്റില്ലല്ലോ. നിങ്ങൾ പോയി വിവരങ്ങൾ ഇപ്പൊ തന്നെ അറിയുന്നതാവും നല്ലത്. വാടാ, വേഗം പുറപ്പെടാൻ നോക്ക്. വാ. ഈശ്വർ, കാമുകിക്ക് ആപത്ത് പറ്റിയതിലുള്ള ദുഃഖമാണല്ലേ? ആശുപത്രിയിലേക്ക് പോവാണെന്ന് അറിഞ്ഞു. പോയാ പിന്നെ എന്നാ ഇങ്ങോട്ട്? ഇനി ഇവിടേക്ക് വരണമെന്നേ ഇല്ല. ഇവിടെ വന്നോണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. വരണം ഈശ്വർ. എന്ത് കാര്യത്തിന്? ഈശ്വരനെ ഈശ്വർ പോലും അറിയാതെ സ്നേഹിക്കുന്നവരൊക്കെ ഇല്ലേ ഇവിടെ? എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആൾക്കാ ഇപ്പൊ അപകടം പറ്റിയിരിക്കുന്നത്. അപകടം പറ്റിയല്ലേ ഉള്ളൂ. മരിച്ചു പോയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ദക്ഷിണ, അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയില്ല. അവൾക്ക് ഒന്നും പറ്റില്ല. ഈശ്വരനെ വേദനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം സ്വാതിയുടെ നില വളരെ ഗുരുതരമാണ്. ഞങ്ങൾ ഇല്ലത്തുള്ളവർക്കൊക്കെ ചില സിക്സ്ത് സെൻസ് ഒക്കെ ഉണ്ട്. ലക്ഷണം, ഭാവം ഇവയൊക്കെ നോക്കി ചിലതൊക്കെ തിരിച്ചറിയും. ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. അറിഞ്ഞത് വെറുമൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. പടിയേറ്റിനു മുൻപ് മനയിലുള്ളവർക്കോ ഏറ്റവും അടുത്തുള്ളവർക്കോ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ക്ഷുദ്രശക്തികൾ ചെയ്യുന്നതാ. ഇതും അങ്ങനെയാണെന്ന് അറിഞ്ഞത്. സാധാരണ ജീവനും കൊണ്ടേ ആ ശക്തി പോകും. മണ്ണാഗട്ട ഒരു ക്ഷുദ്രശക്തി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാന്ന്. ഞാനും മുൻപേ പറഞ്ഞിട്ടുണ്ട് അത് തെളിയിച്ചു തരൂന്ന്. എന്നിട്ട് കണ്ടില്ലല്ലോ. സമയമുണ്ട്. അതിന് ഞാൻ പോവല്ലേ? വരും, ഇനിയും വരും. വരണമല്ലോ. എനിക്ക് ഈശ്വരനോട് ഒരുപാട് കടപ്പാടുണ്ട്. എന്നോടോ? എന്തിന്? എന്ത് കടപ്പാട്? ഈശ്വർ അറിയാതൊരു സഹായം ഈശ്വറിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞത് ഈശ്വർ കാരണമാ. അതുകൊണ്ട് എന്നും ഉണ്ടാവും ആ നന്ദി. ഈശ്വർ വിശ്വസിക്കുന്നില്ലെങ്കിലും എനിക്കറിയാം. സ്വാതിയെ കൊല്ലാൻ ശ്രമിച്ച ആ ശക്തിയെ സൂക്ഷിക്കണം. ഞാൻ വരും. താനിങ്ങനെ കരയുന്നത് ആരെങ്കിലും കണ്ടാലോ? രാഹുലിന് അറിയില്ല എന്റെ അവസ്ഥ. ചിരിച്ചും കളിച്ചും നടക്കുമ്പോഴും ഞാനുള്ളിൽ കരയായിരുന്നു. എന്തിനെ? പുതിയ പൂജാരിണിയെ അരിയിട്ട് അഭിഷേകം ചെയ്യാൻ കാത്തിരിക്കോ ഇവിടെ എല്ലാവരും. ഒരുക്കങ്ങളും ആരംഭിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ തറവാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി
ദേവപ്രശ്ന വിധിപ്രകാരമുള്ള ആ കാഴ്ച സ്വപ്നത്തിലൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും എല്ലാവരും. പക്ഷെ ആ സ്വപ്നം കണ്ടു കഴിഞ്ഞെന്നും അത് ഞാൻ തന്നെയാണെന്നും എനിക്കല്ലേ അറിയൂ. എടോ, അതൊന്നും വലിയ കാര്യമല്ലടോ. ആണ്, വലിയ കാര്യം തന്നെയാ. രാഹുലിനെ അറിയില്ല ഞങ്ങളുടെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നാഗാരാധനയും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. നൂറ്റാണ്ടുകളായി പാലിച്ചു വരുന്ന വിശ്വാസങ്ങളും ചടങ്ങുകളുമാണ്. ഇന്ന് വരെ മുടക്കം വരാത്ത ചടങ്ങ്. നാഗമടത്ത് ഒരു പെൺതേരി ഇല്ലാതാകുന്ന കാലം വരെ തുടരുന്ന ചടങ്ങ. ആ ചടങ്ങിന് മുടക്കം വന്ന തറവാടിന് മാത്രമല്ല, ക്ഷേത്രവും മുത്തച്ഛൻ കാവും എല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിക്കുന്ന ഈ നാടിന് പോലും നാശം സംഭവിക്കും. ഞാൻ കാരണമാണ് അതിന് മുടക്കം വരുന്നതെങ്കിൽ നീ എന്നെങ്ങ് മറന്നിക്ക്. ഇല്ല, എനിക്ക് അതിനും കഴിയില്ലല്ലോ. മറക്കാനാണോ നമ്മൾ സ്നേഹിച്ചത്? ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതല്ലേ. ഇത്രയധികം ഭാരം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴും ഒരിക്കൽ പോലും രാഹുലിനെ മറക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മള് തമ്മില് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നെങ്ങാനും അറിഞ്ഞ ഉണ്ണിയേട്ടൻ എന്നെയും കൊന്ന് ഈ ഇല്ലത്തിന് തീ കൊളുത്തു. കാരണം നിങ്ങളുടെ വരവ് ഉണ്ണിയേട്ടന് തീരെ ഇഷ്ടായിട്ടില്ല. ഇനി പടിയേറ്റെങ്ങാനും നടക്കാതെ പോയാ മുത്തശ്ശി സർപ്പക്കല്ലിൽ തല തെളിച്ചാവും. എടോ, താനെന്താ ഇങ്ങനെ? പൊയ്ക്കോ, പോയി സ്വാതിയുടെ കാര്യങ്ങൾ അറിയേ. ബാക്കിയെല്ലാം വിധി പോലെ. എനിക്ക് ഈ കല്യാണം വേണ്ട ഉണ്ണിയേട്ടാ. നിനക്കെന്തേ കല്യാണം വേണ്ടാത്ത? അതിനൊരു കാരണമുണ്ട് ഉണ്ണിയേട്ടാ. എന്ത് കാരണം? ഞാൻ വേറൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാരാ? ആ വ്യക്തി ഈ മനയിലുണ്ട്. അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. നീ ആരെയാ ഉദ്ദേശിക്കുന്നത്? നിന്റെ കൂട്ടുകാരെ അതെന്നോട് പറഞ്ഞു. നീ ആരാന്ന് വെച്ചാ പറ. ഇപ്പൊ ഞാനത് പറയുന്നില്ല. പറയാൻ സമയമാകുമ്പോ ഞാൻ തന്നെ ഉണ്ണിയേട്ടനോട് അത് ആരാന്ന് പറയും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ? ഒന്നുമില്ല ഉണ്ണിയേട്ടാ. ഒന്നുമില്ലാതെ എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? എന്താ? ഞാനിങ്ങോട്ട് വന്നപ്പോ വൈഷ്ണവി ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാ, വേറൊന്നുമില്ല. പടിയേറ്റ് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാ പാവൻ സ്വാതി. അവൾക്ക് ഈ അവസ്ഥ വന്നു ഓർക്കുമ്പോ സഹിക്കണില്ല. നാഗദൈവങ്ങളെ തുണച്ച വരാൻ കഴിയും സ്വാതിക്ക്. ഞാനാ കാരണക്കാരൻ. അവളുടെ പരാതിക്ക് ചെവി കൊടുത്തില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതിന്റെ വിഷമം മുഴുവൻ അവൾക്കുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ ഓടിയെത്തി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം? പടിയേറ്റിന് മുൻപ് പുറത്തു പോവാൻ ചട്ടങ്ങൾ അനുവദിക്കില്ലല്ലോ. ഞങ്ങൾ നോക്കിക്കോളാം അവളെ. ഇപ്പോ അവിടെ സ്വാതിയുടെ വീട്ടുകാരെത്തി കാണും. ബോധം തെളിയുമ്പോ ആദ്യം തിരക്കുന്നത് വൈഷ്ണവി തന്നെയായിരിക്കും. അവൾക്കെല്ലാം വേഗം ഭേദമാവാൻ ഞാൻ ഇവിടെ ഇരുന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കും. ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക. ഇനി ഇങ്ങോട്ട് വന്നതുപോലെ ഒരുമിച്ചൊരു വരവ്. അരുത്, അറം പറ്റുന്ന വാക്കുകളൊന്നും
യാത്ര പുറപ്പെടുന്നതിന് മുൻപ് പറയരുത്. വരണം, വരും, ഒരുമിച്ച് വരാനൊക്കും. കാത്തിരിക്കും ഞാൻ. മക്കളെ, പുറപ്പെടുകയാണല്ലേ? അതെ, ഉടനെ ആശുപത്രിയിൽ എത്തണം മുത്തശ്ശി. ഒന്നും പറ്റില്ല സ്വാതിക്ക്. മുത്തശ്ശി പ്രത്യേകം പൂജാകർമ്മങ്ങൾ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഇത് ചെറുതായി തോന്നിയേക്കാം. ദാ, ഇത് നാഗത്താമാരുടെ പ്രസാദ. ചെല്ലുമ്പോ തന്നെ ഇതിന്നൊരു നുള്ളെടുത്ത് ആ കുട്ടിയുടെ നാവിൽ തൊട്ടു കൊടുക്കണം. ബാക്കിയുള്ളത് തലയ്ക്കൊഴിഞ്ഞ് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി വിടുക. എല്ലാം നേരെയാവും. നിങ്ങൾ ധൈര്യമായിട്ട് പോവൂ. സ്വാതി പോയത് നാഗമടത്ത് മനയെന്നാ. ശിവനാഗങ്ങൾ അനുഗമിക്കാതിരിക്കില്ല. ശിവനാഗങ്ങളെയും തടഞ്ഞ് അപകടമുണ്ടാക്കിയത് ഏത് ശക്തികളായിരിക്കും? നാഗമടത്തെ പടിയേറ്റ് തടയാൻ ഏതെങ്കിലും ക്ഷുദ്രശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നാഗദേവിയുടെ ശാപം ഇരന്നു വാങ്ങേണ്ടി വരും. വരില്ലേ ഇനി ഇവിടേക്ക്? വരും, വരാതിരിക്കില്ല. പോയിട്ട് വരാം.